ഈ മാഞ്ഞു പോകാൻ നേരമാണ് ചിലതിൻ്റെയൊക്കെ ഭംഗി നമുക്ക് മനസ്സിലാവാമെന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ. ഈ സൂര്യനെ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. അപ്പോൾ ഇന്ന് നമ്മൾ ബീച്ചിലേക്കാണ് കേട്ടോ പോണത്. അപ്പം ഞങ്ങൾ 3 പേരും ഉണ്ട്. പ്രണവേട്ടൻ പറയുന്നത് എന്നെ കാണാൻ ഒരു രസമില്ല, നീ വീഡിയോ എടുക്കേണ്ട, എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കുന്നു. അങ്ങനെ കളിയാക്കുന്ന ഫ്രണ്ട്സിനോട് എൻ്റെ പ്രണവേട്ടനെ കളിയാക്കരുത് കേട്ടോ. അപ്പം ഞങ്ങൾ ബീച്ച് ടോയ്സൊക്കെ വാങ്ങിയിട്ടാണ് പോയത്. ആൻഡ് ബദ്രി നല്ല ഇഷ്ടപ്പെട്ടു ബീച്ച് ടോയ്സ് വെച്ച് കളിക്കാൻ. കാരണം അവന് മണ്ണിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കൂട്ടത്തിൽ അവൻ്റെ അച്ഛനും ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. വെറുതെ അല്ല എൻ്റെ മോൻ ഇങ്ങനെ ഒരു വീടുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ഒരു ഞണ്ടിൻ്റെ കുട്ടീനെയൊക്കെ അവൻ്റെ അച്ഛൻ വെച്ച് കൊടുത്തിട്ടോ. നല്ല ക്രിയേറ്റീവായ ഒരു അച്ഛനെയാണ് എൻ്റെ മോന് കിട്ടിയത്. അപ്പോൾ ഞാനും കൂട്ടത്തിൽ കൂടി, പക്ഷേ എനിക്ക് അത്ര ക്രിയേറ്റിവിറ്റി അങ്ങോട്ട് ഇല്ലായിരുന്നു. പിന്നെ ആശാൻ ഒറ്റയ്ക്കായി കളി ഓരോന്ന് കോരി ബക്കറ്റിലിട്ട് പിന്നെ അതുകൊണ്ടൊരു വീടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ഒരുപാട് കുട്ടികൾ അവിടെ വെള്ളത്തിലൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അവർ വെള്ളത്തിലേക്ക് പോകാൻ അങ്ങനെ വലിയൊരു ഇൻട്രസ്റ്റ് കാണിച്ചില്ല, പക്ഷേ എങ്കിലും ഞങ്ങൾ കൊണ്ടുപോയി. പിന്നെ ഒരു ലൈറ്റൊക്കെ ഒന്ന് പോയി കഴിഞ്ഞപ്പോൾ അവിടെ സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ബഡ് റോഡ് ബീച്ച് ഓണായത്. നിറയെ ഫൗണ്ടൻസൊക്കെ വന്ന് എല്ലാവരും എല്ലാ കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതൊക്കെ കണ്ട് ബദ്രി നല്ല എൻജോയ് ചെയ്തു അത്. അതിന് ശേഷം ഞങ്ങൾ അവനെ അവിടെ നിന്ന് കൊണ്ടുവരാൻ നല്ലോണം പാടുപെട്ടു എന്ന് വേണം പറയാൻ. പിന്നെ തലയിലൊക്കെ വെള്ളം പോകുന്നത് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. പാരഗണിലേക്കാണ് പോയത്. ആൻഡ് അവിടുന്ന് ആസ് യൂഷ്വൽ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു. പക്ഷേ ബിരിയാണിക്ക് പഴയ മാർക്ക് കൊടുക്കില്ല കേട്ടോ. ഇത് പുതിയൊരു ടൈപ്പ് ബിരിയാണിയാണ്. ഓക്കെ, സീ യു സൂൺ, ബൈ.